സെക്രട്ടേറിയറ്റിന് മുൻപിൽ കഴിഞ്ഞ 3 ദിവസമായി നഴ്സുമാർ നടത്തിവരുന്ന ഐതിഹാസികമായ പോരാട്ടത്തിനൊടുവിൽ ഭാഗികമായ വിജയവും താൽക്കാലിക ആശ്വാസവും ലഭിച്ചിരിക്കുകയാണ്. ശമ്പള പരിഷ്കരണം എന്ന ന്യായമായ ആവശ്യത്തിന് മുന്നിൽ സർക്കാരിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നഴ്സുമാരുടെ മിനിമം വേതനം 25,450 രൂപ മുതൽ 28,000 രൂപ വരെയാക്കി ഉയർത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉയർന്ന തസ്തികയിലുള്ള നഴ്സുമാർക്ക് കുറഞ്ഞ വേതനം 33,080 രൂപ വരെയാകും. നഴ്സുമാർക്ക് മാത്രമല്ല, ആശുപത്രികളിലെ മറ്റ് ജീവനക്കാരായ അറ്റൻഡർമാർ, ഹെൽപ്പർമാർ, സെക്യൂരിറ്റി ജീവനക്കാർ, സ്റ്റോർ കീപ്പർമാർ, സ്വീപ്പർമാർ എന്നിവരുടെ വേതനം 23,650 രൂപയാക്കി വർദ്ധിപ്പിക്കാനും ശുപാർശയുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിൽ നഴ്സുമാർ പൂർണ്ണ തൃപ്തരല്ല എന്നതാണ് വസ്തുത. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു നഴ്സുമാർ. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഈ വർധനവ് അംഗീകരിക്കാനാവില്ലെന്നും തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നുമാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഥവാ UNA വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇപ്പോഴും നീതിക്കായി തെരുവിൽ പോരാടുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഈ പോരാട്ടത്തിന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത്. നഴ്സുമാരുടെ വിയർപ്പിന് വില ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകനായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ സമരവേദിയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും മറുവശത്ത് ഇടതുപക്ഷ അനുകൂലികൾ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നാണ് ഇവരുടെ പ്രധാന വാദം. എന്നാൽ തന്നെ വിമർശിക്കുന്നവർക്കും ന്യായീകരണം നടത്തുന്നവർക്കും കൃത്യമായ മറുപടിയുമായി വിനോദ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 8 മിനിറ്റ് നീളുന്ന പ്രസംഗത്തിലെ വെറും 1.5 മിനിറ്റ് ഭാഗം കേട്ടപ്പോഴേക്കും ഇടതനുകൂലികൾക്ക് പൊള്ളിയെങ്കിൽ ബാക്കി 3 മിനിറ്റ് കൂടി കേട്ടോളൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രസംഗത്തിന്റെ അടുത്ത ഭാഗം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനാണ് സമരം നടത്തുന്നതെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. സാധാരണക്കാരന് വോട്ടർ എന്ന നിലയിൽ എന്തെങ്കിലും വിലയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണെന്നും അത് ചോദിച്ചു വാങ്ങാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്നുമാണ് വിനോദ് തുറന്നടിക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ എപ്പോഴും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാറുള്ള വിനോദ് മാത്യു വിൽസന്റെ ആ തീപ്പൊരി പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾ സമരം ചെയ്യുന്നത് ഈ ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത കിരാതന്മാരുടെ മുമ്പിലല്ലേ? 1,300 രൂപ വേണമെന്ന് പറഞ്ഞല്ലേ സമരം ചെയ്യുന്നത്? 1,300 വേണം, അല്ലെ? പകുതി പൈസ അല്ലേ ചേച്ചി, മിനി ചേച്ചി? 700 രൂപ. ആ 700 രൂപ വേണമെന്ന് പറഞ്ഞ് മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ തമ്പുരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കീറോണം അടിച്ച് പോകുന്ന സമയത്ത് 278 ദിവസം അല്ലേ? ഏതാണ്ട് 1 വർഷത്തോളം മഴയത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ച് സമരം ചെയ്ത സ്ത്രീ അപ്പുറത്തിരിക്കുന്ന ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധി. ഈ തമ്പുരാന്റെ കണ്ണ് തുറന്നിട്ടുണ്ടോ ചേച്ചി? തുറന്നിട്ടുണ്ടോ? ഞാൻ ആ സമരവേദി പോയതാ. മഴ പെയ്ത സമയത്ത് ഒരു ടാർപ്പ വലിച്ചു കെട്ടിയപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ടാർപ്പ കെട്ടാൻ പാടില്ല പറഞ്ഞ് കേസെടുത്ത പോലീസും പുകവന്മാരും അവിടെ ഇരിക്കുന്നത്. അവര് നിങ്ങളുടെയൊക്കെ 1,300 കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജാസ്മിനെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. തയ്യാറാവണം. അല്ലാതെ ഇവന്മാരുടെ കാതിനകത്തോട്ട് ഇത് കേറത്തില്ല. ഈ ആശാവർക്കേഴ്സിന്റെ സമരം അവിടെ നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഇനി ഞാൻ വേറെ സമരത്തിൽ പങ്കെടുത്തു. എന്തായിരുന്നു സമരം എന്നറിയാമോ? കേരളത്തിലെ പെൺകുട്ടികൾ, വനിതാ പോലീസ് ഓഫീസേഴ്സ് അല്ലെ? നിങ്ങളുടെ സമരത്തിന്റെ തൊട്ടപ്പുറത്ത് വനിതാ പോലീസേഴ്സ് പെൺകുട്ടികൾ PSCയിൽ റാങ്ക് ലിസ്റ്റിൽ നിയമനം വന്ന് പേര് വന്ന പെൺകുട്ടികളാണ്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നു. 30 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 10-60 പെൺകുട്ടികൾ, നിങ്ങളെ പോലെ പെൺകുട്ടികൾ ഇവരെ സമരം ചെയ്യുന്ന തൊട്ടപ്പുറത്ത് സമരം ചെയ്തു. മുട്ടയിഴഞ്ഞു, റോഡിലിറങ്ങി, മെഴുകുതിരി കത്തിച്ചു. ഞാൻ ആ സമരത്തിൽ പോയിട്ട് അവിടെ അഭയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മാസ്ക് ഇട്ട് സമരം ചെയ്യുന്നതെന്ന്. അപ്പൊ അഭയ എന്നോട് പറഞ്ഞത്, സാറേ 3 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിന് മാത്രമേ ഞാൻ സമരത്തിൽ വന്നെന്ന് അറിയുള്ളൂ, എന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല. ഇവിടെ സമരം ചെയ്യുന്ന ഫോട്ടോ അവർ കണ്ടാൽ അവർ കരയും, നോവും. അതുകൊണ്ട് മാസ്ക് വെച്ച് സമരം ചെയ്ത പെൺകുട്ടികൾ അപ്പുറത്തുണ്ട്. ഇവന്മാരെ അവരെ തൊട്ട് നോക്കിയിട്ടില്ല. കോവിഡ് സമയത്ത് ഇവരെ ഇവിടെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. കോവിഡ് സമയത്ത് വക്കീല നിലയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പോലീസുകാർക്കൊപ്പം ആ മാസ്കും ആ അദ്ദേഹത്തിന്റെ എന്തായാലും പേര് കിറ്റും ഇത് സകലതും വലിച്ചു കയറ്റി ഒരു പെൺകുട്ടി അല്ലെ, പ്രത്യേകിച്ച് പീരീഡ്സിന്റെ കാലമൊക്കെ ആണെങ്കിൽ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ പുങ്കവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാവത്തില്ല. അത് വിട്ട് വേർത്ത് കുളിച്ച് ആ കോവിഡ് സമയത്ത് തേരാപ്പാര ജോലി ചെയ്ത മനുഷ്യരാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 2016 നിങ്ങൾ പറഞ്ഞ 1,300 എന്നല്ലേ? 10 കൊല്ലം കഴിഞ്ഞു ഇതിന്റെ പുറത്ത് അടയിരിക്കും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, എന്റെ പൊന്നു ജാസ്മിനെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാവിലെ തൊട്ട് വൈകുന്നേരം ഇത്തരം ഒരു സമരം സംഭരിക്കാൻ പറ്റില്ല. വൈകിട്ടാവുമ്പോ പൈന്റ് കുപ്പി കൊടുക്കണം, ബിരിയാണി കൊടുക്കണം. ഈ സമയമാകുമ്പോ പോവും. പക്ഷേ
ഞാൻ നോക്കുന്നുണ്ട്, ഒറ്റ മനുഷ്യൻ പോലും പോയിട്ടില്ല. കാരണം ഇത് അതിജീവനത്തിന് സമരമായതുകൊണ്ടല്ല, നിങ്ങളുടെ സമരത്തിന് ന്യായമുണ്ടായതുകൊണ്ടും നിങ്ങൾ ഹൃദയം കൊണ്ട് സമരം ചെയ്തുകൊണ്ടും അത് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇതാരെങ്കിലും വിളിച്ച് സമരത്തിന് പോകണമെങ്കിൽ ബസ് കൊടുക്കണം, ബിരിയാണി കൊടുക്കണം, പൈന്റ് കൊടുക്കണം, കാശ് കൊടുക്കണം, ഇനിയും പോയില്ലെങ്കിൽ കുടുംബശ്രീന്ന് പേര് വിട്ടെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മാത്രം സമരത്തിന് പോകുന്ന കാലത്ത് ഈ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നിങ്ങൾ ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ, തൃശ്ശൂർ മുതൽ നിങ്ങൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര സമരങ്ങളിൽ ഐതിഹാസികമായ സമരമായി ഈ നേഴ്സുമാരുടെ സമരം മാറും.